ഹായ് എവ്രി വൺ, വെൽക്കം ടു മായാമയൂകം യൂട്യൂബ് ചാനൽ. 11-ാം തീയതി പുലർച്ചെ 4:30-ക്കാണ് യാത്ര ആരംഭിച്ചത്. ഞങ്ങൾ കാറിൽ 4:30-ക്ക് കോങ്ങാട്ടേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നും ട്രാവലറിൽ കുടുംബത്തിലെ ഞങ്ങൾ 23 പേരും ചേർന്ന് യാത്ര ആരംഭിച്ചു. 6 മണിക്കായിരുന്നു ഒലവക്കോട് നിന്ന് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. ട്രെയിൻ സേലം വരെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ 5:45 തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാവരും കൂടിയുള്ള ഒരു യാത്ര. 6 മണിയാകുമ്പോൾ തന്നെ കൃത്യസമയത്തിന് ട്രെയിൻ എത്തിച്ചേർന്നു. വേദൂട്ടിയുടെ ആദ്യ ട്രെയിൻ യാത്രയായിരുന്നു ഇത്. അതെല്ലാവരും കൂടിയുള്ള യാത്രയായതിൽ വളരെ സന്തോഷമായിരുന്നു അവൾക്ക്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും കാഴ്ചകൾ ആസ്വദിച്ചും ആ യാത്ര അങ്ങനെ തുടർന്നു. ഇത്രയും കാലം യാത്രകൾക്ക് ഞങ്ങളെ കൊണ്ടുപോയിരുന്നത് രക്ഷിതാക്കളായിരുന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ കസിൻസ് ആയി, അതായത് മക്കളായി ഏറ്റെടുത്ത് നടത്തിയ ഒരു യാത്രയായിരുന്നു ഇത്. അതുപോലെ രക്ഷിതാക്കളെ ഞങ്ങൾ മക്കളാണ് എല്ലാ പ്ലാനിങ്ങോടും കൂടി ഈ യാത്രയ്ക്ക് കൊണ്ടുപോയത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. രാവിലത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ പൊതിഞ്ഞ് കൈപ്പിടിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും ട്രെയിനിലിരുന്ന് എല്ലാ വിഭവങ്ങളും പങ്കുവെച്ച് ആസ്വദിച്ച് കഴിച്ചു. ട്രെയിൻ ടിക്കറ്റൊക്കെ ഞങ്ങൾ 1 മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിരുന്നു. AC കമ്പാർട്ട്മെൻ്റാണ്. അത് എല്ലാവരും അടുത്തടുത്ത് തന്നെ ഇരിക്കാനായും സാധിച്ചു. വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങളൊക്കെ അലട്ടിയിരുന്നെങ്കിലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സേലത്തേക്ക് എത്തിച്ചേർന്നു. ഏർക്കാടായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ്. സേലത്ത് അനിയനും വൈഫും കുട്ടിയും വന്നു നിന്നിരുന്നു. അവരെയും കൂടി കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു ട്രാവലറിൽ, അത് റിസോർട്ടുകാർ തന്നെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നതായിരുന്നു, അതിൽ ഞങ്ങൾ യാത്ര തുടർന്നു ഏർക്കാടിലേക്ക്. തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ ഒരു പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏർക്കാട്. ഇത് ഉഞ്ഞാറൻ മലനിരകളിലെ സർവ്വരായൻ ഷെവ്രോയ് കുന്നുകൾ എന്നറിയപ്പെടുന്ന മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടൽ നിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലാണ് ഏർക്കാടിൻ്റെ സ്ഥാനം.
കാപ്പിത്തോട്ടങ്ങളും ഓറഞ്ച് തൊടികളുമാണ് ഏർക്കാടിൻ്റെ പ്രത്യേകതകൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഓർക്കിഡ് തോട്ടവും ഇവിടെയുണ്ട്. ഏർക്കാടിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം സർവരായൻ ക്ഷേത്രമാണ്. തടാകം എന്ന അർത്ഥം വരുന്ന ഏരി എന്ന തമിഴ് വാക്കിനോട് കാട് എന്ന പദം ചേർന്നാണ് ഈ സ്ഥലത്തിന് ഏർക്കാട് എന്ന പേര് വന്നതത്രേ. ഏർക്കാടിന് പശ്ചിമഘട്ട മലനിരയിലെ പ്രകൃതി വൈഭവങ്ങളുമായി വളരെ സാമ്യമുണ്ട്. ഏർക്കാട്ടിൽ ചെറുകുരുവികൾ, ബുൾബുൾ, അണ്ണാൻ, ചെവിയൻ മുയലുകൾ, പോത്തുകൾ, മാൻ, കുറുനരി മുതലായവയൊക്കെ കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഏർക്കാട് പറവകളുടെ പറുദീസയാണ്. കാപ്പിക്കുരുവാണ് ഏർക്കാടിലെ പ്രധാന വിള. ചക്ക, ഓറഞ്ച്, പേരയ്ക്ക, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രകൃതിയാൽ തന്നെ ഇവിടെ ഓക്ക് മരങ്ങളും ചന്ദന മരങ്ങളും ധാരാളമായി വളരുന്നുണ്ട്. സേലത്ത് നിന്ന് ഏർക്കാടിലേക്കുള്ള മലമ്പാതയിൽ ആകെ 20 ഹെയർപിൻ വളവുകൾ ഉണ്ട്. ഈ വളവുകൾ തമിഴ് സാഹിത്യകാരന്മാരുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏർക്കാടിലെ ഒരു തടാകമാണ്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നു. ദ ബ്രൂക്ക് റിസോർട്ട്. ഒരു മാസം മുന്നേ തന്നെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റിസോർട്ടും ഞങ്ങൾ ബുക്ക് ചെയ്തു വെച്ചിരുന്നു. അങ്ങനെ 26 പേർക്ക് 9 റൂമുകളായി ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തു വെച്ചിരുന്നു. സേലത്തു നിന്നും ഏർക്കാട് റിസോർട്ടിലേക്ക് ഏകദേശം 1 അവറോളമാണ് യാത്രയുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും ഉച്ചയായപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എല്ലാവരും കൂടിയിരുന്ന് കഴിക്കുമ്പോഴുള്ള സന്തോഷം അത് വളരെ വലുതായിരുന്നു. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചും അതുപോലെ ഷട്ടിൽ കളിച്ചും പിന്നെ ഒരുപാട് ഔട്ട്ഡോർ ഇൻഡോർ ഗെയിംസുകൾ അവിടെ ഒരുക്കിയിരുന്നു. അതെല്ലാം നമുക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നീട് അവിടെ ഒരു ട്രീ ഹൗസ് കണ്ടു. അതിന് മുകളിലൂടെ ഒന്ന് നടന്നു കയറി. പിന്നെ ചുറ്റിലെ കാഴ്ചകൾ കണ്ട് കുറേ ദൂരം നടന്നു. റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ റിസോർട്ടിലെ റൂമിൻ്റെ ഫുൾ വ്യൂവും എല്ലാം വീഡിയോ ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അന്ന് രാത്രി നടന്ന ക്യാമ്പ് ഫയറിൻ്റെ വീഡിയോസാണ്. വൻഷിക മാം ആയിരുന്നു പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഞങ്ങളെ പഗോഡ വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോയത്. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവർ. അവരുടെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു. ഇതാണ് പഗോഡ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. പിന്നീട് ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ഭക്ഷണവും കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് നേരെ പോയത് പീക്കു പാർക്കിലേക്കാണ്. പക്ഷേ പീക്കു പാർക്കിൽ നമുക്ക് വിചാരിച്ചത്ര സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിച്ചു. പിന്നീട് പോയത് ഏർക്കാട് ലേക്കിലേക്കാണ്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഏർക്കാട് ലേക്കിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ പാർക്കുണ്ട്. അവിടെ കുട്ടികൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായി സാധിച്ചു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം ഓർമ്മയ്ക്കായി എടുത്തു. ഒരുപാട് സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ.
മനസ്സിലും അതുപോലെ തന്നെ ഫോണിലും എടുക്കാൻ ഞാൻ മറന്നില്ല. എല്ലാ കാഴ്ചകളും അതിമനോഹരമായിരുന്നു. പിന്നീട് ചുരം ഇറങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. 20 ഹെയർപിൻ വളവുകൾ കഴിഞ്ഞു വേണം നമുക്കിനി സേലം എയർപോർട്ടിലേക്ക് എത്താൻ. പിന്നീട് 20 ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് ഞങ്ങൾ സേലത്തെത്തി ഭക്ഷണം കഴിച്ചു. ഒരുപാട് വിഭവങ്ങൾ നിറഞ്ഞ സദ്യയായിരുന്നു. അനിയനും വൈഫും കുട്ടിയും അവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ അവരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ സേലം എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു. വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയായിരുന്നു എത്തിച്ചേർന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നീട് സിയാലിൽ നിന്നും ഞങ്ങൾ ട്രാവലറിൽ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് കുട്ടികളെല്ലാവരും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അതുപോലെ ട്രാവലറിൽ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിക്കുകയുണ്ടായി. കുതിരാൻ തുരങ്കത്തിലൂടെ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു യാത്ര. അങ്ങനെ മലബാർ റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണവും കഴിച്ച് പിന്നീട് വരുന്ന ഓരോ വഴിയിലും ഓരോരുത്തരായി ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സിലൊരു വിങ്ങലായിരുന്നു. ഇനി എന്നാണ് ഇങ്ങനെയൊരു ഒത്തുകൂടൽ ഉണ്ടാവുക എന്നത് അത്രയും ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ ഒരു മനോഹരമായ യാത്ര.